നമസ്കാരം. ഗാസയിൽ ഹമാസ് തടവിലാക്കിയ ബന്ദികളിൽ ഒരാളെ രക്ഷപ്പെടുത്തി ഇസ്രായേൽ കമാൻഡോകൾ ഇപ്പോൾ കയ്യടി നേടുകയാണ്. ഇന്നലെ തെക്കൻ നഗരമായ റാഫയിലെ ഹമാസിന്റെ തുരങ്കത്തിൽ നടത്തിയ സങ്കീർണമായ ദൗത്യത്തിലൂടെയാണ് ഫർഹാൻ അൽ ഖാദി എന്ന ഇസ്രായേലി അറബ് വംശജനെ രക്ഷിച്ചത് എന്നാണ് വാർത്തകളിലൊക്കെയും പറയുന്നത്. എന്നാൽ ഇത്രയും നാളും രക്ഷിക്കാതെ എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് രക്ഷിച്ചതെന്നത് ചോദ്യമായി നിൽക്കുന്നു. പലയിടത്തും പറയുന്നത് ഇറാൻ ഇത് മനസ്സറിഞ്ഞ് തന്നതാണ് എന്ന് പറയുന്നുണ്ട്. ഇറാൻ വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് ഇത്ര എളുപ്പത്തിൽ ഇസ്രായേലിക്കാർ ഇതെടുത്തത് എന്നും ഇദ്ദേഹത്തിനെ കൊണ്ടുപോയതെന്നും പറയുന്നു. ഇപ്പോൾ ആശുപത്രിയിലുള്ള ഇദ്ദേഹത്തിന്റെ നില തൃപ്തികരമാണെന്നും ഇസ്രായേലികൾ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ഇസ്രായേൽ രക്ഷിച്ച ബന്ദികളുടെ എണ്ണം 8 മാറിയിരിക്കുന്നു. ഇതാദ്യമായിട്ടാണ് ഒരു ബന്ദിയെ തുരങ്കത്തിൽ കണ്ടെത്തിയത് എന്ന് പറയുന്നുണ്ട്. ഹമാസ് വധിച്ച ഏതാനും ബന്ദികളുടെ മൃതദേഹങ്ങളും വീണ്ടെടുത്തിരുന്നതായി തന്നെ ഇവർ അറിയിക്കുന്നു. ഇനി 108 ബന്ദികൾ ഗാസയിലുണ്ട്. ഇതിൽ 1/3 പേരും മരിച്ചിരിക്കാമെന്നാണ് ഇപ്പോഴത്തെ നിഗമനത്തിൽ പറയുന്നത്. അതേസമയം തന്നെ ദേർ അൽ ബലാഗ്, ഖാൻ യൂനിസ് അടക്കം ഗാസയുടെ വിവിധ ഭാഗങ്ങളിൽ ഇന്നലെ ഉണ്ടായ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 41 പേരാണ് കൊല്ലപ്പെട്ടത്. ആകെ മരണസംഖ്യ ഇപ്പോൾ 40,000 കടന്നുവെന്ന വാർത്തകൾ ഇന്നലെ മുതൽ പുറത്തുവരുന്നുണ്ടായിരുന്നു. ഇസ്രായേൽ ബന്ദികളാക്കിയ ഫർഹാൻ അൽ ഖാദിയെ 10 മാസത്തിലേറെയായി തടവിലാക്കിയ ശേഷമാണ് ഇന്നലെ തന്നെ ചൊവ്വാഴ്ച തെക്കൻ ഗാസ ഗ്രൂപ്പിന്റെ തുരങ്കങ്ങളിലൊന്നിൽ നിന്ന് ഹമാസിന്റെ തടവിൽ നിന്ന് IDF പ്രത്യേക സേന സുരക്ഷിതമായി രക്ഷപ്പെടുത്തിയതെന്നാണ് സൈന്യം ആദ്യം അറിയിച്ച വാർത്ത. ഇസ്രായേൽ നാവികസേനയുടെ ഷായറ്ററ്റ് 13 യൂണിറ്റിലെ കമാൻഡോകളും എലൈറ്റ് യഹലോം കോമ്പാക്ട് എഞ്ചിനീയറിംഗ് യൂണിറ്റിലെ സൈനികരും ചേർന്നാണ് 52-കാരനായ അൽ ഖാദിയെ തുരങ്കത്തിനുള്ളിൽ നിന്ന് കണ്ടെത്തിയത്. ഇസ്രായേൽ പ്രതിരോധ സേനയുടെ സതേൺ കമാൻഡും ഷീൻ ബെറ്റ് സുരക്ഷാ ഏജൻസിയും IDFന്റെ 162-ാം ഡിവിഷനുമാണ് ഓപ്പറേഷൻ നേതൃത്വം നൽകിയത്. ഞങ്ങളുടെ ബന്ദികളുടെ സുരക്ഷ, നമ്മുടെ സേനയുടെ സുരക്ഷ, സംസ്ഥാനത്തിന്റെ സുരക്ഷ തുടങ്ങിയ പ്രശ്നങ്ങൾ കാരണം കൂടുതൽ വിശദാംശങ്ങൾ ഉടൻ പ്രസിദ്ധീകരിക്കാനാകില്ല എന്നാണ് ഇതിന് പിന്നാലെ IDF പറയാനുണ്ടായത്. തെക്കൻ നഗരമായ റാഹത്തിനടുത്തുള്ള ഒരു ബദൂയിൻ സമൂഹത്തിൽ നിന്നുള്ള അൽ ഖാദി ഒക്ടോബർ 7-ന് ഗാസ അതിർത്തിയിൽ നിന്ന് ഏകദേശം 3 മൈൽ, അതായത് 5 കിലോമീറ്റർ അകലെയുള്ള കിബെറ്റ്സ് മാഗ്നിലെ ഒരു പാക്കിംഗ് ഫാക്ടറിയിൽ ഗാർഡായി ജോലി ചെയ്തിരുന്നു. സമീപ പ്രദേശമായ മിത്താനിൽ സമീപമുള്ള പ്രദേശത്ത് നിന്നാണ് ഹമാസുകാർ ഇയാളെ തട്ടിക്കൊണ്ടുപോയത്. അദ്ദേഹത്തിന് 2 ഭാര്യമാരും 11 കുട്ടികളുമാണ് ഉള്ളത്. ഇന്ന് രാവിലെ ഷായറ്ററ്റ് 13 സൈനികരും യഹലോം യൂണിറ്റും ചേർന്ന് ഷീൻബേറ്റും ചേർന്ന് തെക്കൻ ഗാസയിലെ തന്നെ ഒരു തുരങ്കത്തിൽ നിന്ന് വളരെയധികം സാഹസികമായി തന്നെ ഫർഹാനെ ജീവനോടെ രക്ഷിച്ചു എന്നും അങ്ങനെ ഇറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹം പത്രസമ്മേളനത്തിൽ പറയുകയും ചെയ്തു. കൃത്യമായ രഹസ്യാന്വേഷണത്തിന് നന്ദി പറഞ്ഞാണ് സൈന്യം പ്രദേശത്ത് എത്തിയതെന്നും ഫഗാരി കൂട്ടിച്ചേർത്തു. സൈന്യം ഫർഹാനെ തുരങ്കത്തിൽ നിന്ന് രക്ഷിച്ചിരുന്നു എന്നും അദ്ദേഹം നമ്മുടെ സേനയെ ഭൂമിക്കടിയിൽ കണ്ടുമുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് അൽ ഖാദിക്ക് താൻ തടവിലാക്കിയ തുരങ്കത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിച്ചുവെന്നും അഭ്യൂഹങ്ങൾ ഫഗാരി നിഷേധിച്ചിരുന്നു. ചില റിപ്പോർട്ടുകൾ വിവരിച്ചതുപോലെ തന്നെ ഇസ്രായേൽ പ്രത്യേക സേന യാദൃച്ഛികമായി അൽ ഖാദിയെ കണ്ടെത്തിയതല്ല. എന്നാൽ അതുപോലെ തന്നെ അദ്ദേഹത്തെ പ്രത്യേകമായി രക്ഷിക്കാൻ മുൻകൂട്ടി ആസൂത്രണം ചെയ്ത ഓപ്പറേഷനും ഇല്ലായിരുന്നുവെന്ന് സൈനിക വൃത്തങ്ങൾ തന്നെ പറഞ്ഞു. തെക്കൻ ഗാസ മുനമ്പിലെ ഒരു പ്രദേശത്ത് ബന്ദികളാക്കപ്പെടുന്ന അനുമാനത്തിൽ ദിവസങ്ങളായി IDF പ്രവർത്തിക്കുകയായിരുന്നു. ഷായറ്ററ്റ് 13 കമാൻഡോകളും ഷീൻബെറ്റ് ഏജന്റുമാരും ആ പ്രദേശത്തൊരു തുരങ്കം സമുച്ചയം സംവിധാനം തിരയാൻ തുടങ്ങിയിരുന്നു. ഇതിനു പിന്നാലെയാണ് ഇതെല്ലാം തന്നെ സംഭവിച്ചത്.